ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ കുഞ്ഞോൻ പറഞ്ഞ മാതിരി പൊന്നാരൻ്റെ ചങ്ങായിമാരെ, ഞാനിപ്പോൾ റാന്തലിൽ വന്നിട്ട് മുട്ടപ്പത്തിനും ബീഫും കഴിക്കാൻ ആകെ ബഹളം. ബഹളപ്പോൾ ആവട്ടെ, ബഹളമായി വരണുള്ളൂ. ഇവിടെ ഇപ്പോൾ ബഹളം അതിൻ്റെ മുന്നോടിയായിട്ട് ചായ, സ്ഥിരം ചായ കടിയൊക്കെ, ചായയും മുട്ടപ്പത്തിനും കുടിക്കുന്ന ആൾക്കാരപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ചായയും മുട്ടപ്പത്തിനും കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മുട്ടപ്പത്തിനും ബീഫും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒക്കെ റെഡിയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വിളമ്പൽ തുടങ്ങും. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും നമ്മുടെ അവിടെ പൊന്നാനി ഇതാണ് മാൾപുരി എന്ന് പറഞ്ഞൊരു പലഹാരമാണ്. ഇതാ നമ്മളെ ബീഫ് കറിയും മുട്ടപ്പത്തിരി ഇതാണ് സംഭവം. ഓക്കെ അപ്പോൾ എന്താ പേര്? ഫൈസൽ. അപ്പോൾ മുട്ടപ്പത്തിനും ബീഫൊക്കെ എപ്പോഴും ഇവിടെ വരാറുണ്ട്. കഴിക്കാറുണ്ട്. രണ്ടുപേര് എന്താണ് സിയാബ് പുതുവന്നാനി, ഒരു ഗായകനും കൂടിയാണ്. നമ്മളെ സിയാബക്ക എന്ത് പറഞ്ഞു? സിയാബക്ക സുഖല്ലേ? പിന്നെ എന്താണ് മുട്ടപ്പത്തിനും ബീഫൊക്കെ എന്താ പാട്? പൊന്നാലൊരു പ്രശസ്തമായിട്ടുള്ള ഒരു മുട്ടപ്പത്തിനും ബീഫ്. പക്ഷേ അതിലും മികച്ചൊരു സാധനമാണ് റാന്തലിൽ കിട്ടുന്നത് അല്ലേ? സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി അല്ലേ? അല്ല, ഞാനിപ്പോൾ കഴിച്ചു. അതാണ്. അങ്ങനെ പാട്ടൊക്കെ നടക്കുന്നുണ്ടാ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയോ, എനിക്കൊരു പേടി. അതൊന്നുമില്ല, അതുകൊണ്ട് ഇറങ്ങിയാലുണ്ട് ക്ലിയർ ആവുമല്ലോ. അവിടെ
നിങ്ങൾക്ക് ബീഫ് കിട്ടിയില്ലേ? ആ അവധി ബീഫ് കഴിഞ്ഞു അല്ലേ? ആ ഭയങ്കര തിരക്കാണ് ഇവിടെ ബീഫിന് വേണ്ടിയിട്ട്, എല്ലാവരും ക്യൂ ആണ്. അവിടെ അല്ല എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാ? അത് ചോദിക്കുന്നത് കുഴപ്പമില്ല, നീ ഇവിടെ ഇരിക്കടോ. അപ്പൊ എന്താ പേര്? എൻ്റെ പേര് ഷാഫി. പിന്നെ എവിടെ സ്ഥലം? എടപ്പാൾ. ആ മൂപ്പര് കോക്കൂര്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇതിനായിട്ട് കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പൊ നമ്മളെ ഈ ഇവിടെ പൊന്നാനി ജുമാത്തുള്ളിന്റെ അടുത്താണ് റാന്തൽ എന്നൊരു കടയാണ് ഇപ്പൊ ഇത്. അപ്പൊ മുട്ടപ്പത്തിൽ എന്താ പാട്? അടിപൊളി, സോഫ്റ്റ് ആണ്. നമ്മള് ഇതൊരു കഴിച്ചില്ല, അത് കേട്ടിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ നിങ്ങൾ ഫാമിലി അടക്കം കൊണ്ട് ഇറങ്ങി. അപ്പൊ വന്നത് നഷ്ടമായില്ല, അടിപൊളി. അവന് അടുത്ത ആൾക്കാരും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇത് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ കിട്ടിയില്ലല്ലേ സാധനം? ഇവിടെ സാധനം ബീഫ് തീർന്ന് ഇനിയിപ്പോ അത്രയും തിരക്ക് കൂടുതലായ കാരണമാണ് സംഭവം. ഇനിയിപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് നമുക്ക് ശരിയാക്കാം. ഓക്കെ, എന്നാലും ഓക്കെ അല്ലേ? എന്താ പാട് മോളെ, സുഖല്ലേ? അടിപൊളിയല്ലേ ബീഫ്? ആ വെരി ഗുഡ്. തൊഴിച്ചാ നോക്കണേ.
എവറിത്തിങ് ഓക്കെ? എന്താന്ന് കഴിച്ചേ? ഇപ്പോൾ റാന്തലിൽ ഇടയ്ക്ക് വരാറുണ്ടോ? അതേറ്റാ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നല്ല സ്മൂത്ത് തന്നെ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. ഓക്കെ, ഫ്രണ്ട്സുകളൊക്കെ കൂട്ടി വരും. ഓക്കെ, താങ്ക് യു. മുട്ടപ്പത്തിരി ബീഫിൻ്റെ ഒരു ഇവിടുത്തെ മുതലാളി ഉണ്ട്. മൂപ്പരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. കുറേ തിരക്കായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നതാണ്. ഇപ്പോൾ കുറച്ച് തിരക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര്? ഷഫീഖ്. ഇവിടെ തന്നെ സ്ഥലം? എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? ആ, അത് ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സുഖം തന്നെ. ഇതിപ്പോൾ എത്രയായി? കുറേ തുടങ്ങിയിട്ട്? ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ നോമ്പിന് തുടങ്ങിയതാണ്. നോമ്പ് ഒരു 4 തുടങ്ങിയത്. 4 തുടങ്ങിയത്. ശരിയാണ്. എന്താണ് ബീഫ് മുട്ടപ്പത്തിരിക്ക് എന്താ പാട്? എന്താണ് മുട്ടപ്പത്തിരിയും ബീഫ്, അതുപോലെ പഴംപൊരി ബീഫ്. മെയിനായിട്ട് പൊന്നാനിൻ്റെ ഈ പലഹാരമാണ് മുട്ടപ്പത്തിരി ബീഫാണ് നമ്മുടെ സ്പെഷ്യൽ. എല്ലായിടത്തും ഇപ്പോൾ അതാണ് സംഗതി. പിന്നെ പഴംപൊരി അങ്ങനെയുള്ള സംഭവം ഉണ്ട്, ബീഫുണ്ട്. അതുപോലെ തന്നെ പൂള ബീഫ്, പുട്ട് ബീഫ്, പുട്ട് പോട്ടി, എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കൻ റോസ്റ്റ് ഉണ്ട്, പുട്ടൻ ബിരിയാണി. ഇപ്പോൾ ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് പുട്ടൻ ബിരിയാണി ഉണ്ട്. പുട്ടൻ ദം ബിരിയാണി 90 രൂപയാണ് ഫുൾ ബിരിയാണിയാണ്. 90 രൂപയ്ക്ക് നമ്മൾ വീട്ടിലൊക്കെ എത്തിക്കും. നമ്മൾ ഡെലിവറി ഉണ്ട്. സ്റ്റാഫുകളൊക്കെ ഉണ്ട്. കാറ്ററിംഗ് ഉണ്ട്. ബിരിയാണി നമ്മൾ കിലോ കാറ്ററിംഗ്. ഇപ്പോൾ ചിക്കനും ബീഫോ പുട്ടനൊക്കെ നമ്മൾ ഇതും കൊടുക്കുന്നുണ്ട്. മുതലാളി വേറെ ഉണ്ട് അല്ലേ? എന്തെന്നിട്ട് സുഖം തന്നെ. അപ്പോൾ സന്തോഷം തന്നെ. ജനങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറം നമ്മൾ അവരെ സംതൃപ്തിയാണ് ഞങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ 7 മണിക്ക് വന്നതാണ്. 7 മണിക്ക് വന്നിട്ട് നമുക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അപാര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു 9 മണി 9:30 മണിയായി. അപ്പോൾ നിങ്ങളെപ്പോഴാണ് ഒന്ന് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു തന്നെ എൻ്റെ അഭിപ്രായം. നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വരണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ. കാരണം എന്താ പറയുക, നമ്മൾ ഇത് വിളമ്പുന്നതോടൊപ്പം തന്നെ ആൾക്കാർ സംതൃപ്തി. നമ്മൾ ആ രീതിയിലാണ് തുടങ്ങുന്നത്. നമ്മളാ നാടിനൊരു അഡ്രസ്സ് ചെയ്യുക. പിന്നെ ആ നാടിൻ്റെ ഭക്ഷണ രീതി തന്നെ മറ്റ് ദേശത്തുള്ള ആൾക്കാർക്കും കൂടി അതിൻ്റെ ആ രുചി എത്തിക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്നു. ശരിയാണ്, നല്ലതാണ്. പൊന്നാനിൻ്റെ ഒരു മെയിൻ പലഹാരമാണ് മുട്ടപ്പത്തിരി. അതിനിപ്പോൾ ബീഫ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ചായയിൽ കൂടിയിട്ട് കഴിക്കാം. ബീഫ് കൂട്ടിയിട്ട് ഇടയ്ക്ക് കഴിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ തിരക്ക് കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. മറ്റുള്ളവർ കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഞാൻ ഒരിക്കൽ വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കഴിക്കാം. ഓക്കെ. അപ്പോൾ വേറെന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ, അൽഹംദുലില്ലാ. റാഹത്ത് തന്നെ. അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതന്നെയാണ് ആൾക്കാരെ പൊന്നാനിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ നാട്, ഈ പ്രദേശം, ഈ പറയുന്ന ഈ കുളം, ഈ നിങ്ങൾ കാണാനോ. ആയിക്കോട്ടെ, എനിക്കറിയാം. ഓക്കെ, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് നമ്മൾ പൊന്നാനി ഇവിടെ ജുമാത്തുള്ളിയുടെ അടുത്താണ് ഈ റാന്തൽ എന്ന് പറഞ്ഞ കടയാണ്. ഇവിടെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ മുട്ടപ്പത്തിരിയും ബീഫും നിങ്ങളെല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, സീ യു, ബൈ ബൈ. ഓക്കെ, താങ്ക് യു. ഇല്ല ഇവിടെ വന്നപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ വല്ല സോഫ്റ്റ്. അതന്നെ, ആ തിന്നണേ നമുക്കൊരു സുഖമുണ്ട്. കടിച്ചാൽ കിട്ടൂല. മുട്ടപ്പത്തിരി പല ആയിട്ടുണ്ട്. ശരിയാണ്. ഇല്ല. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇതാ സുഹൃത്തുക്കളെ, ഒരു കൊട്ട മുട്ടപ്പത്തിരി ഉണ്ടായിരുന്ന സംഗതിയാ. ഒരു കൊട്ടല്ല, ഒരു കൊട്ട അങ്ങനെ പല കൊട്ട കഴിഞ്ഞിപ്പോൾ. മൂപ്പരിപ്പോൾ റെസ്റ്റിലാണ്. ഇതാണ് നമ്മളെ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്ന ആള്. മൂപ്പരെ കൈപ്പുണ്യാണ് എല്ലാവരും ഇവിടെ എത്തിക്കാനുള്ള കാരണം. എന്താ പേര്? മൊയ്തീൻക്കാൻ്റെ മുട്ടപ്പത്തിരി തിന്നാനാണ് എല്ലാവരും വരുന്നത്. ഇനി വരാത്തവരും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യുക. ഇവിടെ പൊന്നാനി ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് റാന്തൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. എല്ലാവരും ഇവിടെ വരിക. ഒരിക്കലെങ്കിലും ഇത് മുട്ടപ്പത്തിരി ബീഫും കഴിക്കണം. ഓക്കെ, താങ്ക് യു. കാര്യങ്ങൾ ചോദിക്കാം. എന്താ പേര്? വിശേഷങ്ങളൊക്കെ? നിങ്ങൾ വേറെ സ്ഥലത്തായിരുന്നല്ലോ ആദ്യം?
അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന്. ആ അപ്പോൾ ഇവിടെ ഉഷാറന്നെ. അപ്പം നിങ്ങളെ ചായയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂപ്പരെ ചായ വന്ന് എല്ലാവരും കുടിക്കുക. ഞാൻ ചായ കുടിച്ച് ഇവിടെ എല്ലാവരും കുടിച്ച് ഇവിടെ 7 മണിക്ക് വന്നതാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാനൊരു 9 മണി വരെ കാത്തു നിന്നിട്ട് ഇവരൊക്കെ കിട്ടിയത്. ആ നേരത്തൊക്കെ ഇവർ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരെ നടക്കില്ല. പക്ഷേ ഇവരിപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും വന്ന് ചായയും മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കഴിക്കുക. ഓക്കെ, സി യു, ബൈ ബൈ, താങ്ക് യു. ഒന്നായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അത് നമ്മളൊരു കുട്ടിയാണിത്. എന്താ പേര്? ബാസിൽ. ബാസിൽ ഇവിടെ ഉദ്ഘാടനത്തിന് തന്നെ തുടങ്ങി, ഇവിടെ തുടക്കം കുറിച്ചതാണ് അല്ലേ? ഇവിടെ അടുത്ത് തന്നെയല്ലേ വീട്? പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെ അടിപൊളിയല്ലേ? അതിനെ തിരക്കൊക്കെ അല്ലേ? ഞാൻ ഓളിനോൺ അതിനെ ചടപടാച്ചിട്ട് ഞാൻ കണ്ടിപ്പോൾ ഒരു 2 മണിക്കൂർ നിങ്ങളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ബാസിലിങ്ങനെ ഓടി പാഞ്ഞ് കിടക്കുകയാണ്. അവിടെ പാർസൽ പോണ്, ഇവിടെ ടേബിളിൽ കൊടുക്കണ്. അപ്പോൾ അടിപൊളി ബാസൽ. ഓക്കെ, താങ്ക് യു. ഏകദേശം ഓവറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ബിരിയാണി ഉണ്ടാക്കണം. ഇപ്പോൾ ഏകദേശം കഴിയാനാണ്. അപ്പോൾ അതാ നമ്മൾ ഈ ബീഫിനും പിന്നെ മുട്ടപ്പത്തിരിക്കുമാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ 7 മണി തൊട്ടിട്ട് 9:30 നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ബീഫ് ഉണ്ടാക്കുന്ന ആളൊന്ന് കാണണം എന്ന് വെച്ചിട്ട്. ഇപ്പോൾ മൂപ്പര് തിരക്ക് ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞ് നമുക്കൊന്ന് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മൂപ്പരോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താ പേര്? അഷറഫ്. ഇവിടെ തന്നെ. അപ്പോൾ നിങ്ങളെ ബീഫും മുട്ടപ്പത്തിരിയും കഴിക്കാനിപ്പോൾ ജനങ്ങളിങ്ങനെ ഓടി വരുന്നതാണ്. അപ്പോൾ ഇനി വരാത്ത കൂടിയും ഇങ്ങോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാവരും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ മുട്ടപ്പത്തിരിയും ബീഫും, പിന്നെ ബീഫും പഴംപൊരിയും ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിലും ഊളുണ്ട്, എല്ലാവിധ സാധനമുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ പൊന്നാനി ജുമാഅത്തലിൻ്റെ ബാക്ക് സൈഡിലാണ്, കുളത്തിൻ്റെ അടുത്ത് റാന്തൽ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ സംഭവം ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ചാടിക്കാൻ വരുന്ന മൂപ്പരൊക്കെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടുത്തെ മൂപ്പര് സ്ഥിരം കസ്റ്റമറാണ്. ഇത് ഇവിടുത്തെ പണിക്കാരനാണ്. ആര്? മൂപ്പരാ മൂപ്പര് എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, പൈസ എടുക്കാം. താങ്ക് യു. നമ്മൾ ഇതന്നെ നമ്മളെ ഓളിനോൺ സപ്ലൈ മാൽപൂരി. എത്ര ദിവസം എടുക്കും? നൈവട മാൽപൂരി ഒക്കെ ഒരാഴ്ച അല്ലേ? അത് തിന്നാൻ നല്ല രസമാണല്ലേ? അത്ര മധുരം വേണം.